ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് തുടരും മൂവി കാണാനാണ് വന്നിരിക്കുന്നത്. ലാലേട്ടൻ്റെ ഒരു മാസം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സിനിമയാണ് തുടരും. അപ്പോൾ ഇതിന് മുമ്പ് ഇറങ്ങിയ സിനിമ നമുക്ക് അറിയാമല്ലോ എല്ലാവർക്കും, എമ്പുരാൻ. അപ്പോൾ നമ്മൾ എമ്പുരാൻ കഴിഞ്ഞിട്ട് ഒരു എക്സ്പെക്ട് ചെയ്ത ഒരു സിനിമ ലാലേട്ടൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് തുടരും തന്നെയാണ്. കാരണം ആ ഒരു രണ്ട് സിനിമയും ഈ വർഷം ഏപ്രിൽ മാർച്ചിൽ ഇറങ്ങും. നേരത്തെ നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടല്ലോ, നമുക്ക് പോസ്റ്ററൊക്കെ നേരത്തെ ഇറക്കിയല്ലോ. അപ്പോൾ നമുക്ക് ഈ രണ്ട് മൂവി നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ലാലേട്ടൻ്റെ എമ്പുരാനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ഒരു ലൂസിഫറിനെ വെച്ച് അപേക്ഷിക്കുമ്പോൾ ഒരു ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എനിക്ക് പേഴ്സണലി പറയാനാണെങ്കിൽ ലൂസിഫർ വെച്ച് നോക്കുമ്പോൾ ഒന്നും ഇല്ല. പക്ഷേ എമ്പുരാനിൽ കൊള്ളൂലെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ എന്തോ ഇവിടെ ഒരു തകരാറ് പോലെ. അപ്പോൾ നമുക്ക് ലാലേട്ടൻ്റെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ലാലേട്ടൻ മുണ്ടും മുടക്കി വരുന്ന ഒരു സിനിമ, അത് ആരാധകർക്ക് ഫാൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എന്ത് കുറേശ്ശി വന്നാലും ആ ഒരു മുണ്ടും മടക്കി വരുന്ന ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഫാൻസിന് ഇപ്പോഴും ഒരു ഒരു സന്തോഷമാണ്. അപ്പോൾ നമ്മളിത് എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ തുടരും മൂവി ടിക്കറ്റ് ഇട്ടിട്ടുണ്ട് ഏരീസിൽ. ആസ് യൂഷ്വൽ ഞാൻ ഏരീസിലാണ് മാക്സിമം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുന്നത്. കാരണം വേറെ ഏരീസിൽ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ വേറെ തിയേറ്റർ നോക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മാക്സിമം ഏരീസിൽ വന്ന് ഞാൻ കാണുള്ളൂ. അതെല്ലാം എൻ്റെ വീഡിയോ നോക്കുമ്പോഴേ മനസ്സിലാവും. എൻ്റെ മിക്ക റിവ്യൂസ് ഏരീസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ആസ് യൂഷ്വൽ തുടരും മൂവി ഫസ്റ്റ് ഡേ ഈവനിങ് ഷോ, അതായത് 2 മണി ഈവനിങ് ന്യൂൺ ഷോ ആണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. കാരണം രാവിലത്തെ ഷോ ഒട്ടും കിട്ടിയില്ല, കാരണം ഫുള്ളായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും 1:30 ഷോയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ട്. കാരണം ഇതിൻ്റെ ഡയറക്ടർ തരുൺ മൂർത്തിയാണല്ലോ. ഇതിനു മുമ്പത്തെ ആ ഡയറക്ടറിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പത്തേണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും സൗദി വളരിക്കെന്നും പറഞ്ഞ ആ സിനിമ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. അപ്പോൾ ഇതാണ് ടിക്കറ്റ് വരുന്നത്. തുടരും OD1 1:30 ഷോ. അപ്പോൾ ഈ മൂവിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ ഇപ്പോഴും എനിക്ക് കണ്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതുവരെ എനിക്ക് എന്ന് പറഞ്ഞാൽ ട്രെയിലറിലൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ടിപ്പിക്കൽ ലാലേട്ടൻ സിനിമ എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ നോക്കിയത്. ലാലേട്ടൻ്റെ മുണ്ട് മടക്കിയുള്ള നിപ്പ്, ഒരു ട്രെയിലറിൽ കാണുന്ന ഓരോ ഫ്രെയിംസ് പോലും നമുക്ക് ആ സിനിമ കാണാനുള്ള ആകാംക്ഷ അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് നമുക്ക് ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോഴത്തേക്ക്. അപ്പം നമ്മൾ എന്തായാലും ഇപ്പോൾ ഏരീസിൻ്റെ തിയേറ്ററിൻ്റെ പുറയിലോട്ട് വന്നിട്ടുണ്ട്. കാരണം ഫ്രണ്ടിൽ മൊത്തം റിവ്യൂസ് കാര്യം. അപ്പം നമ്മൾ മുഖം കാണിച്ചില്ല. അപ്പോൾ നമ്മളിത് ടൈം ആവുന്നേ ഉള്ളൂ. നമ്മൾ എത്തിയത് ഒരു 1 മണിക്കൂർ നേരത്തെ പോയി. നമ്മളിപ്പോൾ എന്തായാലും ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തെ എൻ്റെ അകത്ത് കയറുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഈ സിനിമയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ആക്ടേഴ്സ് മണിയമ്പിള്ള രാജു ഉണ്ട്, ശോഭന, എല്ലാവരും. പിന്നെ ശോഭനയാണ് അത് നായികയായിട്ട് വരുന്നത്. അല്ലാത്ത ആക്ടേഴ്സ് മണിയമ്പിള്ള രാജു ഉണ്ട്, പിന്നെ കുതിരവട്ടം പപ്പുവിൻ്റെ മോനുണ്ട്. അതെല്ലാവരും ഒക്കെ സിനിമ കണ്ടിട്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ പറയാം. അപ്പോൾ നമ്മൾ തിയേറ്ററിനകത്തോട്ട് കയറുകയാണ്. ഇപ്പോൾ സമയം ആവാറായിട്ടുണ്ട്. നമുക്ക് എന്തായാലും പിന്നെ അകത്ത് കയറിയിരിക്കാം. അപ്പം നല്ല എക്സ്പെക്റ്റേഷനുണ്ട് ഈ മൂവി കാണാൻ തന്നെ. അപ്പോൾ ഒട്ടും ഡിസപ്പോയിൻറ്റിങ് ആവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഫുൾ ഓൺ ലാലേട്ടൻ്റെ മൂവിയാണെന്നാണ് എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ ഫസ്റ്റ് ഷോ കണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കൂടുതലും എക്സൈറ്റ്മെൻറ്റായി. കാരണം ഫുൾ ഓൺ ലാലേട്ടൻ സിനിമ എന്നൊക്കെ പറയുമ്പോൾ തന്നെ കോരി തരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ M രഞ്ജിത്താണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ട്രെയിലറിൽ കണ്ടപ്പോഴേ മനസ്സിലായി കാണും. ഞാനിപ്പോൾ ഏത് സിനിമ ഇറങ്ങിയാലും മാക്സിമം ഏരീസിലെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുള്ളൂ. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഏരീസിൽ കാണുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അതിപ്പോൾ ഏത് സിനിമയാണെങ്കിൽ പോലും ഏരീസിൽ OD1 കാണുമ്പോൾ ഉള്ള ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഇപ്പോൾ ഒരു സിനിമ മോശമാണെങ്കിൽ പോലും ഏരീസിൽ OD1 ആ സിനിമ ആസ്വദിക്കാൻ പറ്റുമെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം അത്രയും നല്ല സീറ്റിംഗ് ക്വാളിറ്റി, സ്ക്രീനിൻ്റെ ആ ഒരു വിഷ്വൽ ട്രീറ്റും എന്ന് പറഞ്ഞാൽ RGB ലേസർ പ്രൊജക്ഷനും കൂടെ ആണല്ലോ OD1 വരുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ എന്തുകൊണ്ടും സിനിമ ആസ്വദിക്കാൻ വേണ്ടി തന്നെയാണ് ഏരീസിലെ ആൾക്കാർ സിനിമ കാണാൻ വരുന്നത്. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ലാലേട്ടൻ്റെ ആയാലും ഏത് ഒരു ആക്ടറിൻ്റെ സിനിമ ആണെങ്കിൽ പോലും മാക്സിമം ഏരീസിൽ വന്ന് കണ്ട ആ ഒരു ഫീല് നമുക്ക് കിട്ടും. നമുക്കൊരു സിനിമ കണ്ട് കഴിഞ്ഞിട്ട് ഒരു തൃപ്തി കിട്ടും. കാരണം ഫുൾ ഓൺ നമുക്ക് എല്ലാം സാറ്റിസ്ഫൈഡ് ആയെന്ന് വേണമെങ്കിൽ പറയാം ഒരു ഏരീസ് പ്ലെക്സിൽ ഒന്ന് സിനിമ കണ്ടാൽ. അപ്പം ഞാനെന്താ ഏരീസിലാണ് വന്നിരിക്കുന്നത് ആസ് യൂഷ്വൽ. അപ്പോൾ ഗൈസ് ടൈം ആയിട്ടുണ്ട്. നമ്മൾ തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ ഏരീസിൻ്റെ OD1 കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറയുന്നില്ല. എൻ്റെ മുമ്പത്തുള്ള വീഡിയോസിലെല്ലാം ഞാൻ മാക്സിമം ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും എടുത്തിടത്തിനകത്ത് പറയുന്നില്ല. അപ്പം നമ്മളത് N സെക്ഷനിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഫ്രണ്ടിലാണെങ്കിൽ പോലും എന്നാൽ കുഴപ്പമില്ലാത്ത വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ടോ ഇവിടെ ഇരുന്നാൽ പോലും. അപ്പോൾ നമുക്ക് ഇനി പടം ഇൻ്റർവെല്ലായിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം.
അങ്ങനെ കേസ് ആ പടം ഇൻ്റർവെല്ലായിട്ടുണ്ട്. നമുക്ക് ഇൻ്റർവെല്ലാണ് നമുക്ക് എന്ത് പറയുക, ഈ പടത്തിൻ്റെ വേറെ ലെവൽ മനസ്സിലാവുന്നത്. കാരണം ഫസ്റ്റ് നമുക്ക് ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കും, ഒരു സിമ്പിൾ രീതിയിലാണ് തുടരും എന്ന് എഴുതി കാണിക്കുന്നത്. പക്ഷേ ഇൻ്റർവെല്ലിൽ ആ തുടരും എന്ന് എഴുതി കാണിക്കുന്ന സ്ഥലത്ത് കുറച്ച് രക്തത്തിൻ്റെയും ആ ഒരു കറയുടെയൊക്കെ രക്തത്തിൻ്റെയൊക്കെ പാട് കൊണ്ടുവന്ന് കുറച്ച് പടം ഇനി അടുത്ത ലെവലിലേക്ക് പോകുന്നുള്ള രീതി സൂചന നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് പറയാം, ഫസ്റ്റ് ഹാഫിനെ പറ്റി പറയാനാണെങ്കിൽ സത്യം പറയല്ലോ നമുക്കൊരു ഫീൽ ഗുഡ് മൂവി ആയിട്ട് നമുക്ക് ഫസ്റ്റ് ഹാഫ് പറയാം. കാരണം ഒരു സത്യനന്ദിക്കാട് സിനിമ പോലെ നമുക്ക് ഒഴുകി നമുക്ക് എന്ത് പറയാം ആസ്വദിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറയാം. അതിൻ്റെ കൂടെ തന്നെ മറ്റേ MG ശ്രീകുമാർ പാടിയ പാട്ടുണ്ടല്ലോ, അതൊക്കെ വന്ന് നമുക്ക് എന്ത് പറയുക സിനിമ എൻഗേജിങ് ആക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിലൊക്കെ അത്യാവശ്യം ചെറിയ ചെറിയ കോമഡികളും ഒക്കെ എന്തൊക്കെ കൊണ്ടും ആ സിനിമ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പുള്ള സീനിലാണ് നമുക്ക് മനസ്സിലാവുന്നത് വേറെ ലെവലിലേക്കാണ് ഇനി അടുത്ത പടം ഇൻ്റർവെല്ലിന് ശേഷം പോകുന്നത് നമുക്ക്. അപ്പോൾ മനസ്സിലായി ഇൻ്റർവെല്ലിൽ ഒരു 10 മിനിറ്റ് മുമ്പെയാണ് ഈ സീനിൻ്റെ ഒരു തുടക്കവും നമുക്ക് എന്താ പറയുക കഥയിലേക്ക് കയറുന്ന വേറെ ലെവൽ മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് അതുവരെയുള്ള ടൈം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ആക്ടിംഗ് ഒക്കെ നമുക്ക് കൊള്ളായിരുന്നു. ശോഭനയുടെയും മോഹൻലാലേട്ടൻ്റെ ആക്ടിംഗ് ഒക്കെ ആണെങ്കിലും നല്ല എൻഗേജിങ് ആണ്, അവരുടെ കോംബോയും കൊള്ളാം. അതുപോലെ തന്നെ അതിനകത്ത് മോഹൻലാലിന് നമുക്ക് മക്കളായിട്ട് വരുന്നത് അതിനകത്ത് ഒരു മോനാണ് വരുന്നത്. ആ മോൻ നമ്മുടെ മറ്റേ ആനന്ദം സിനിമയിൽ ആ അക്ഷയാണ് ഈ മോഹൻലാലിൻ്റെ മോനായിട്ട് വരുന്നത്. ബാക്കിയുള്ള ആക്ടേഴ്സിൻ്റെ ഒക്കെ അഭിനയമാണെങ്കിലും കൊള്ളാം. നമുക്ക് മണിയമ്പിള്ള രാജുവിൻ്റെ ഒരു കോംബോ അയാളുടെ ചെറിയ കോമഡീസൊക്കെ നമുക്ക് വർക്കായിട്ടും ഉണ്ട്. ഇതിനകത്ത് ലാലേട്ടൻ്റെ റോളെന്ന് പറഞ്ഞ ഒരു ടാക്സി ഡ്രൈവറായിട്ടാണ് ലാലേട്ടൻ വരുന്നത്. ലാലേട്ടൻ്റെ കയ്യിലൊരു ബ്ലാക്ക് അംബാസഡർ ഉണ്ട്. എനിക്ക് തോന്നിയ ആ ബ്ലാക്ക് അംബാസഡർ എമ്പുരാനിലെ ആ ഒരു കാറാണോ എന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ അല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ പറയാനാണെങ്കിൽ ലാലേട്ടനെ തന്നെ ട്രോളുന്നുണ്ട് മിക്ക സീനിൽ. മറ്റേ ട്രെയിലറിൽ കണ്ടില്ലേ, താടി വെച്ച ആർക്കാടെ പ്രശ്നം എന്ന് പറയുന്ന പോലെ അതുപോലെ കുറേ സീനിൽ നമുക്ക് എന്ന് പറയാം മരക്കാറിലെ ഡയലോഗ് വരുന്നുണ്ട്, മലയക്കോട്ടെ വലിമയിലെ ഡയലോഗ് വരുന്നുണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് തന്നെ ട്രോൾ ഇട്ടുണ്ട്. അതായത് സ്വയം ട്രോള് അതുപോലെ നല്ല രീതിയിൽ എന്ത് പറയുക ചിരിക്കാനായിട്ട് ആൾക്കാർക്കുണ്ട്. തിയേറ്ററിലൊക്കെ നല്ല ആൾക്കാരൊക്കെ നല്ല ആസ്വദിച്ചാണ് കണ്ടത്. എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു സീൻ വരുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ എനിക്ക് ഫസ്റ്റ് ഹാഫ് പേഴ്സണലി പറയാനാണെങ്കിൽ എനിക്ക് നല്ല രീതി ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് പറയാനാണെങ്കിൽ ഒട്ടും ലാഗും ഇല്ല, വലിയ ലാഗില്ല. ആകെ പടത്തിന് ലെങ്ത്ത് വരുന്നത് എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ 45 മിനിറ്റ് 48 മിനിറ്റ് അങ്ങാണ് ലെങ്ത്ത് വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ഹാഫ് വലിയ ലാഗൊന്നും തോന്നില്ല. നല്ല രീതിയിൽ എൻഗേജിങ് ആ കോമഡിയൊക്കെ വർക്കായിട്ട് കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ അങ്ങ് പോയി. ഫസ്റ്റ് ഹാഫ് പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി എനിക്ക് ഫസ്റ്റ് ഹാഫ്. അപ്പോൾ ഇനി ഗൈസ് നോക്കി ഞാൻ സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് ബാക്കി അഭിപ്രായങ്ങൾ പറയാം. എന്തായാലും ഫസ്റ്റ് ഹാഫ് ഓവറോൾ എനിക്ക് ഓക്കെ. കാരണം ഒരു 5-ൽ എത്ര റേറ്റിംഗ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ഒരു 5-ൽ എത്ര റേറ്റിംഗ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു 5-ൽ 4 കൊടുക്കുക. എനിക്ക് അത്രയും രീതി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ് ഇനി നമുക്കിനി സെക്കൻഡ് ഹാഫ് പടം ഫുള്ള് കണ്ടിട്ട് മൊത്തത്തിൽ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ആ ഇൻ്റർവെൽ പഞ്ച് കാണിക്കുന്നത് തന്നെ നമുക്കൊരു എന്തു പറയുക കഥയിലേക്ക് ഇനി എൻട്രി ചെയ്യാൻ പോകുന്നേ ഉള്ളൂ എന്ന് കാണിക്കുന്ന ഒരു രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. കാരണം ഫസ്റ്റ് നമുക്ക് മൂവിയിൽ ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കും, തുടരും എന്ന് എഴുതി കാണിക്കും, ജസ്റ്റ് ഒരു നോർമൽ രീതിയിൽ എഴുതി കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇൻ്റർവെല്ലിൽ കാണിക്കുന്നത് ഒരു തുടരും എന്ന് എഴുതി കാണിക്കുമെന്ന് പറയുമ്പോൾ ഒരു ജസ്റ്റ് ഒരു രക്തത്തിൻ്റെ ആ ഒരു ഇതൊക്കെ കാണിച്ചിട്ടാണ് ഇൻ്റർവെല്ലിൽ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം സെക്കൻഡ് ഹാഫിൽ ഇനി എന്തോ വലുത് വരാനുണ്ടെന്ന് തന്നെ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അങ്ങനെ ഗൈസ് പടം ഫുൾ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ. എന്ത് പറയാം, ടിപ്പിക്കൽ മോഹൻലാൽ മൂവി തന്നെ നമുക്ക് ഇതിനകത്ത് പറയാം. കാരണം മോഹൻലാലിൻ്റെ ഇതിനകത്ത് മോഹൻലാലുണ്ട്. ത്രൂ ഔട്ട് ഓരോ സീനിലും മോഹൻലാലിൻ്റെ ആ അഴിഞ്ഞാട്ടവും എന്ത് പറയുക. ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ മോഹൻലാലിൻ്റെ ജസ്റ്റ് കോമഡി രീതിയിലാണെങ്കിൽ പോലും സെക്കൻഡ് ഹാഫിലാണ് എന്ത് പറയുക ലാലേട്ടൻ്റെ വേറെ ലെവൽ ആക്ടിങ്. ഓരോ ഫ്രെയിംസ് ആണെങ്കിൽ ഇപ്പോൾ ലാലേട്ടനെ കാണിച്ചേക്കെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. ഒരു മഴയത്ത് നിൽക്കുന്ന ഒരു സീനുണ്ട്, അതൊക്കെയാണ് എന്ത് പറയുക കോരി തെരിച്ചു പോയി. അതുപോലെ തന്നെ ഒരു തോള് ചരിച്ചൊരു നടപ്പുണ്ട്, അതും ഗംഭീരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഒരു ക്ലോസപ്പിലൊരു ഷോട്ടുണ്ട് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട്. അതാണ് അത് സീൻ എന്തുമായിരുന്നു സത്യം പറയും. ആ സീനാണ് ഈ സിനിമയിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. എനിക്ക് പേഴ്സണലി ഈ സിനിമയിലെ എല്ലാ ഫ്രെയിമും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഒരു ഫ്രെയിമായി ലാലേട്ടൻ്റെ ഒരു ക്ലോസപ്പ് ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ ട്രെയിലറിൽ ആ ഒരു കാണിച്ച പോലെ. അത് ഗംഭീരമായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അതുപോലെ ഇതിനകത്ത് ഇതിനകത്ത് മെയിൻ വില്ലനുണ്ട്, ഒരു പോലീസ് ഓഫീസറുണ്ട്. പക്ഷെ അയാളുടെ ആക്ടിങ് ഗംഭീരമായിരുന്നു. ടിപ്പിക്കൽ വില്ലൻ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ അയാളുടെ കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എനിക്ക് ഈ മൂവി കണ്ടപ്പോൾ തോന്നുന്നു എനിക്ക് എമ്പുരാനേക്കാളും ഈ മൂവി ഇഷ്ടപ്പെട്ട. കാരണം
എന്തുകൊണ്ട് എമ്പുരാനെക്കാട്ടിലും ഗംഭീര സിനിമയെന്ന് വേണമെങ്കിൽ പറയാം. എമ്പുരാൻ ഒരിക്കലും കൊള്ളില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. എമ്പുരാൻ എന്തോ എനിക്ക് അങ്ങോട്ട് ഇപ്പോൾ അത് തോന്നുവായോ, അതിങ്ങനെ വരേണ്ട സിനിമ ആയിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നി. എനിക്ക് ഈ സിനിമ കണ്ടുകൊണ്ട് മാത്രമാണ് തോന്നി ഈ സിനിമ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എമ്പുരാൻ കൊള്ളില്ലെന്നല്ല, പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു പക്ഷേ എമ്പുരാൻ എന്തോ ഒരു മിസ്സിങ് ഉണ്ട് ആ സിനിമയിൽ. ഈ സിനിമയിൽ വേറെ പറയാനെങ്കിൽ ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമ മൂവിയാണ്, ത്രില്ലറും കൂടെയാണ്. നമുക്ക് ത്രില്ലർ ടൈപ്പ് മൂവിയും കൂടെയാണ്. നമുക്ക് എന്താ പറയുക, ഒരു മർഡറും കൊലപാതകവും ആ ഒരു കേസൊക്കെ ആയിട്ട് പോകുന്ന ഒരു കാര്യം, ഒരു ടാഗാണ്. നമുക്ക് മെയിൻലി സ്റ്റോറിയെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് പ്രഡിക്റ്റബിൾ സ്റ്റോറീസാണ്. പക്ഷേ എന്തുകൊണ്ട് ലാലേട്ടൻ അഭിനയിച്ചുകൊണ്ട് നമുക്ക് ആ സ്റ്റോറിയിൽ മുഴുകി ഇരുന്ന് അങ്ങ് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കൊരു സ്റ്റോറി ആണെങ്കിൽ പോലും ഒരു ലാഗ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് 2.25 മണിക്കൂർ ഈ ലെങ്ത്ത് വരുന്നുണ്ട് ഈ സിനിമയ്ക്ക്. ആ 2.25 മണിക്കൂർ പോലും നമുക്ക് ഒരു ബോറടി ഇല്ലാതെ, ഒരു ലാഗും ഇല്ലാതെ നമുക്ക് ടിപ്പിക്കൽ ലാലേട്ടൻ സിനിമ കാണുന്ന പോലെ ഇരുന്ന് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഇതൊരു ദൃശ്യം ടൈപ്പ് മോഡലാണെന്ന് ചോദിച്ചാൽ എന്നാണ്. പക്ഷേ അതേ ടാഗിൽ ആ ഒരു ഇതിലൊക്കെയാണ് പിടിച്ചിരിക്കുന്നത്. നമുക്ക് കഥ നമുക്ക് മെയിൻലി പണ്ട് കണ്ട് മടുത്ത ഒരു കഥയൊക്കെ തന്നെ. പക്ഷെ എന്നാലും ലാലേട്ടൻ അഭിനയിച്ചുകൊണ്ട് നമുക്ക് എന്താ പറയുക, നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. നമുക്ക് ഈ സിനിമ കാണുമ്പോൾ തോന്നും നമ്മൾ ഈ കഥ നേരത്തെ കണ്ടതല്ലേ, അല്ലെങ്കിൽ നേരത്തെ ഈ സിനിമയിൽ വന്നതല്ലേ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നാം. പക്ഷെ എന്തുകൊണ്ടും നമുക്ക് ഈ ഒരു സിനിമയിൽ അത് എന്താ പറയുക, കാണുമ്പോഴത്തേക്ക് അങ്ങനെ തോന്നിയാൽ പോലും നമുക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്നുണ്ട് ഈ സിനിമ. എനിക്ക് പേഴ്സണലി ഈ സിനിമ ഒരു 10 ഞാൻ റേറ്റിംഗ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു 10 8.9 കൊടുക്കുക. എനിക്ക് അത്ര 9 അല്ലെങ്കിൽ 8.5 കൊടുക്കുക. എനിക്ക് അത്രയും രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം എന്താ പറയുക, ചെറിയ രീതിയിൽ ലാഗ് ഉണ്ടെങ്കിൽ പോലും, ജസ്റ്റ് അവിടെ ലാഗ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഫുൾ ഓൺ ഒരു ഈ മൂവി എന്ന് പറഞ്ഞ ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവിയും കൂടെയാണ്. എനിക്ക് പേഴ്സണലി ഇത് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഈ സിനിമ കഴിഞ്ഞ് ഞാൻ മൊബൈലിൽ റിവ്യൂസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ മെയിൻലി 99% ആൾക്കാർ നല്ല പോസിറ്റീവ് റിവ്യൂസേ പറഞ്ഞിട്ടുള്ളൂ. ഒരാൾ പോലും നെഗറ്റീവിനകത്ത് പറഞ്ഞിട്ടില്ല. കാരണം അത്രയും നന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർക്ക് നെഗറ്റീവ് പറയാനായിട്ട് തോന്നുമില്ല ഈ സിനിമ കാണുമ്പോഴത്തേക്ക്. നെഗറ്റീവ് പറയാൻ വന്നവൻ പോലും ആ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവൻ അറിയാതെ പോസിറ്റീവ് റിവ്യൂ പറഞ്ഞു. കാരണം അത്രയും നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഈ സിനിമ. തരുൺ മൂർത്തിയുടെ ഡയറക്ഷൻ ആണെങ്കിൽ പോലും ഗംഭീരമായിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് മ്യൂസിക് ഡയറക്ടർ ആരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ചെയ്ത മ്യൂസിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സീനിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓരോ BGM ആ മ്യൂസിക് ഡയറക്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലാലേട്ടൻ ഒരു കാറുണ്ട്, ടാക്സി ഡ്രൈവറാണ് ഈ ലാലേട്ടൻ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലാലേട്ടൻ ഒരു കാറുണ്ട്, അംബാസഡർ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാർ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഈ കഥയിൽ. അത് ഞാൻ ഈ സിനിമയിൽ ഡയറക്റ്റായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾ പോയി സിനിമ കാണുക, അപ്പോൾ മനസ്സിലാവും. ഈ കാർ ഒരു പ്രത്യേക ഒരു പാർട്ടാണ് ഈ സിനിമയിൽ. അതുപോലെ അതിനകത്ത് ബാക്കിയുള്ള ആക്ടേഴ്സിൻ്റെ അഭിനയപ്പോൾ ഇൻ്റർവെൽ കഴിയുമ്പോൾ ഓരോരുത്തരുടെ ആക്ടിങ്ങിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. കുതിരോട്ടം പപ്പുവിൻ്റെ ഒക്കെ ആക്ടിങ് എന്നൊക്കെ പറഞ്ഞ് സത്യം പറയല്ലോ, അയാൾക്ക് മീശയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, കുതിരോട്ടം പപ്പുവിൻ്റെ മീശയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ റോളിൽ നല്ല രീതിയിൽ ചേരുമായിരുന്നു. ഇപ്പം ആ റോളിൽ മീശയില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഇതാണെങ്കിൽ പോലും ഓക്കെ നമുക്ക് ആ ഒരു റോളിന് കുതിരോട്ടം പപ്പുവിൻ്റെ റോളിന് കുറച്ച് കട്ടി മീശയും കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ എൻഗേജിങ് ആയിരുന്നേന്ന് എനിക്ക് തോന്നി. പക്ഷേ കുതിരോട്ടം പപ്പുവിൻ്റെ ബാക്കിയുള്ള ആക്ടിങ് ആയപ്പോലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് വീണ്ടും ഞാൻ പറയുന്നത് ലാലേട്ടൻ്റെ ആക്ടിങ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെ പറയാം. പിന്നെ നമുക്ക് ക്ലൈമാക്സ് കൊണ്ട് അടുക്കുമ്പോൾ ജസ്റ്റ് ഒരു ഫൈറ്റ് സീനിൽ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ദൃശ്യത്തിലെ ജസ്റ്റ് ആ ഒരു സീനാക്കി ഇടയ്ക്ക് കയറി വന്നിരുന്നോന്ന് നമുക്ക് തോന്നും. ചില സീൻ കാണുമ്പോൾ തോന്നും. പക്ഷേ അത് ഏത് സീനാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയാം ഏത് സീനിലാണ് തോന്നിയെന്ന്. പക്ഷേ എനിക്ക് ജസ്റ്റ് ആ ഒരു സീൻ കണ്ടപ്പോൾ ഇത് ദൃശ്യത്തിലല്ലേന്ന് തോന്നി. പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും ഈ സിനിമയിൽ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വർഷം കണ്ടതിൽ ഒരു ഫുൾ മൂവി കണ്ടിട്ട് എനിക്കൊരു തൃപ്തി വന്നൊരു സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ മൂവിയും തുടരും മൂവിയും രേഖാചിത്രമാണ്. എനിക്കൊരു ഫുൾ കണ്ടിട്ട് ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്. എനിക്ക് പേഴ്സണലി ഞാൻ എമ്പുരാനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഈ സിനിമയാണ് ഇപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട. കാരണം എമ്പുരാനിൽ എന്തോ ഒരു കുഴപ്പം ഉണ്ടെങ്കിൽ പോലും ഈ സിനിമയിൽ അതെല്ലാം മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു മോഹൻലാലിൻ്റെ കംബാക്ക് വേണമെങ്കിൽ ഇതിലൊന്നും കൂടെ വന്നെന്ന് വേണമെങ്കിൽ പറയാം. മോഹൻലാലിൽ കംബാക്ക് വരാനൊട്ടുമില്ല, മോഹൻലാൽ എവിടെയും പോയിട്ടില്ല, അത് വേറെ കാര്യം. മോഹൻലാലിൻ്റെ ഏത് സിനിമ വന്നാൽ പോലും അത് ഹിറ്റാണല്ലോ. ചില 2-3 സിനിമ ഫ്ലോപ്പ് ആണെങ്കിൽ പോലും ഒരു സിനിമ മതി ലാലേട്ടനെ പിടിച്ച് നിൽക്കാൻ.
അപ്പോൾ ഇത്രയുള്ള ഗൈസ്. എനിക്ക് ഈ മൂവി പറ്റി പറയാനാണെങ്കിൽ എന്ത് പറയാം, നിങ്ങളെല്ലാവരും പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. എനിക്ക് പേഴ്സണലി ഈ മൂവി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞാൻ ഇനി വരുന്ന വീഡിയോസിലൊക്കെ തന്നെ റെട്രോ മൂവിയും പവിയല്ല സോറി പ്രിൻസ് ആൻഡ് ദ ഫാമിലി മൂവിയൊക്കെ റിവ്യൂ ഇടുന്നതായിരിക്കും. ബേസിക്കലി എനിക്ക് നല്ല കാണാൻ ആഗ്രഹമുള്ള മൂവി എന്ന് പറഞ്ഞാൽ പ്രിൻസ് ആൻഡ് ദ ഫാമിലിയാണ്. കാരണം ഞാൻ ദിലീപ് ഫാനും കൂടെയാണ്. അപ്പോൾ ദിലീപിന് മുമ്പത്തെ 2-3 സിനിമ ഞാൻ പറയണ്ടല്ലോ, പവി കെയർ ടേക്കർ ആണെങ്കിൽ പോലും ജസ്റ്റ് ഒരു കോമഡി ആണെങ്കിൽ പോലും എന്തോ എവിടെയൊക്കെ എന്തോ ഒരു ദിലീപിൻ്റെ പഴയ ടൈപ്പ് വരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇനി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ പ്രിൻസ് ആൻഡ് ദ ഫാമിലിയാണ്. അതുപോലെ തന്നെ റെട്രോ മൂവിയുടെ റിവ്യൂ കൂടി ഇടാം. ഞാൻ ബേസിക്കലി നോക്കുന്നത് പ്രിൻസ് ആൻഡ് ദ ഫാമിലി കണ്ടിട്ടുള്ള റിവ്യൂ ഇടാനാണ് നോക്കുന്നത്. കാരണം ഞാൻ ബേസിക് ദിലീപ് ഫാനും കൂടെയാണ്. അപ്പോൾ ദിലീപ് 2-3 സിനിമ പവി ഒഴിച്ച് ബാക്കി തങ്കമണിയും ബാന്ദ്രയൊക്കെ എന്തോ പറയാം, എനിക്ക് പേഴ്സണലി അങ്ങോട്ട് ഒരു വർക്കായില്ല. കാരണം ആ സിനിമ പറയണ്ടല്ലോ. അതെന്തായാലും ബാന്ദ്ര ബേസിക്കലി എനിക്കൊരു കുഴപ്പമില്ലാത്ത രീതി ഇഷ്ടപ്പെട്ടതാണെങ്കിൽ പോലും എന്തോ എവിടെ ഒരു മിസ്സിങ് ആ ഒരു സിനിമയ്ക്കകത്ത് ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ ബേസിക്കലി ഞാൻ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മൂവി എന്ന് പറഞ്ഞാൽ പ്രിൻസ് ആൻഡ് ദ ഫാമിലിയാണ്. അതുപോലെ തന്നെ സൂര്യയുടെ റെട്രോയും ഉണ്ട്. കാരണം സൂര്യയുടെ മുമ്പേത്ത് ഇറങ്ങിയ കൺകുവ പറയണ്ടല്ലോ, നല്ല രീതിയിൽ ആയ സിനിമയാണല്ലോ. അതുകൊണ്ട് ഞാൻ ബേസിക്കലി റെട്രോയും ഈ പ്രിൻസ് ആൻഡ് ദ ഫാമിലിയാണ് ബേസിക്കലി എനിക്ക് ഇനി ആഗ്രഹം കാണാനുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ റെട്രോ മൂവിയും പ്രിൻസ് ആൻഡ് ദ ഫാമിലിയുടെ റിവ്യൂ ഇടാൻ ഞാൻ നോക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്, ബൈ.